Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Last class, we purpose of orientation and discuss it. Purpose of orientation complete ചെയ്തോ? ഇല്ലല്ലോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓറിയന്റേഷനില് 6th പോയിന്റ് വരെ കൺട്രോളിങ് HR കോസ്റ്റ് വരെ എടുത്തിട്ടുള്ളൂ അല്ലെ? അത്ര വരെ എടുത്തിട്ടുള്ളൂ. 6th പോയിന്റ് വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. ഇനിഷ്യൽ ആയിട്ടൊരു വെൽക്കമിംഗ് ആണ്, ഫോർമലി ഒരു വെൽക്കമിംഗ് ആണ്. ഒരു ന്യൂ എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു ഫോർമൽ വെൽക്കമിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓവർകമ്മിങ് ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ, നമ്മൾ ആദ്യം തുടക്ക സമയത്തുള്ള ആ അൺഈസിനെസ്സും ഹെസിറ്റേഷനും ഒക്കെ മടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്പനിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഓറിയന്റേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസസിങ് എംപ്ലോയീസ്, ഓരോ എംപ്ലോയീസിനെയും അസസ് ചെയ്യണം. ഇനി എംപ്ലോയീസിന് ട്രെയിനിങ് നീഡ് ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും ഓറിയന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റൈസിങ് എംപ്ലോയീസ്, നമ്മുടെ ആ ക്ലൈമറ്റ് ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കണം. ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ചുറ്റുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോളിംഗ് ദ HR കോസ്റ്റ്, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സിനെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓറിയന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ്. നമ്മളിപ്പോ ഒരുമിച്ച് സെലക്ടഡ് ആയിട്ടുള്ള കൊളീഗ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ കൊളീഗ്സിന്റെ ഇടയിൽ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഓറിയന്റേഷൻ, ഒരുമിച്ച് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ 5 പേര് ഒരുമിച്ച് ട്രെയിനിങ്ങിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ 5 പേര് തമ്മിൽ നല്ലൊരു ബോണ്ട്, ഒരു ടീം സ്പിരിറ്റ് ഫോം ചെയ്യും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഒരു ടീം സ്പിരിറ്റ് ഇല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു ടീം സ്പിരിറ്റ് ഇല്ലേ? റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറുന്ന കുട്ടികൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? അത്രേ നമ്മൾ ഡെയിലി ആ ഒരു ഓറിയന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്ന അവർ തമ്മിൽ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The team spirit among the colleagues is to facilitate when the orientation program is conducted for a group of new employees. New employees-ന്റെ ഗ്രൂപ്പിന് ഒരുമിച്ചാണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവർ തമ്മിലൊരു ടീം സ്പിരിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. In addition, the capability of each members to work in a group can also be evaluated through the replication of teamwork in ഇൻജക്ഷൻ പ്രോഗ്രാം. അപ്പോ അവരൊരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക, അവരുടെ ഗ്രൂപ്പിന്റെ വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ടീം വർക്കുകൾ, ടീമായിട്ട് നമ്മൾ ഒരുമിച്ചൊരു പ്രൊജക്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അത് അവർ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. പെട്ടെന്ന് നല്ലൊരു ഇൻജക്ഷൻ പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വ്യക്തിക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം, ഒരു ഗ്രൂപ്പിന് ഓറിയന്റേഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഐ തിങ്ക് സോ ഗ്രൂപ്പിന് ഓറിയന്റേഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. കാരണം നമുക്ക് നമ്മുടെ ടീംമേറ്റിനോട് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീംമേറ്റിനോട് ചോദിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞുതരും. ഇപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കില്ലേ, അതെന്താണ് ആ പോയിന്റ്, മിസ് പറഞ്ഞത് ക്ലിയർ ആയില്ല, പോലെ മനസ്സിലായോ എന്ന് ചോദിക്കില്ലേ, എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്യാറില്ലേ? അപ്പൊ നമുക്കത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെയുണ്ട്, ഗ്രൂപ്പ് ഓറിയന്റേഷനിലുണ്ട്. ബട്ട് നമ്മൾ ഒറ്റയ്ക്കാണ്, സിംഗിൾ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ മെന്ററിനോട് മാത്രമേ നമുക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് പേടി കാരണം ചിലപ്പോൾ ചോദിക്കാനും പറ്റില്ല. നെക്സ്റ്റ് പർപ്പസ് ആണ് സോഷ്യലൈസിങ് ദ എംപ്ലോയി. എംപ്ലോയിനെ സോഷ്യലൈസ് ചെയ്യാണ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായി നിയമിതനായ വ്യക്തിയെ പരിശീലിപ്പിക്കുകയാണ്. നമ്മുടെ എന്താ പറയാ, നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനിയുടെ വേറെ അബൌട്ട്സ്, കൾച്ചർ, വാല്യൂസ്, ബിലീഫ്സ്, അതേപോലെ തന്നെ ഹൗ ഇറ്റ്സ് വർക്ക്
എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഫോർമൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പറയാണ്, ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിനോട് പറയാണ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യവൽക്കരണമാണ്. നമ്മുടെ സാമൂഹ്യവൽക്കരണം എല്ലാ ഇൻഡിവിജ്വൽസിനും സംഭവിച്ചിട്ടുണ്ടാവും. ഈ കമ്പനിയുടെ അകത്തുള്ള സോഷ്യൽ അറ്റ്മോസ്ഫിയർ അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ത് ഓറിയന്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോഷ്യലൈസേഷൻ മീൻസ് ഇൻകോർപ്പറേറ്റിംഗ് അപ്രോപ്രിയേറ്റ് വാല്യൂസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂസുകളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ബിലീഫ്സ്, സ്റ്റാൻഡേർഡ്സ് ഇൻ എംപ്ലോയീസിന്റെ സ്റ്റാൻഡേർഡ്സ് നോക്കുക. ഇൻ ഓർഡർ ടു enable them work together with the formal as well as informal groups. അപ്പൊ ഇതില് ഫോർമൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും, നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഗ്രൂപ്പുകൾ, ടോപ്പ് ഓർഡർ ഉണ്ടല്ലോ, ഹൈറാർക്കി പോലെ. അതുകൂടാതെ ഇൻഫോർമൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പോലൊരു ഗ്രൂപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫോർമൽ ഗ്രൂപ്പ്സിലും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്താണ് സോഷ്യലൈസിങ് ഓഫ് എംപ്ലോയിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വരും. പിന്നെ ഒബ്ലിഗേറ്ററി ബിലീഫ്സുകൾ, നമ്മൾ ഓർഗനൈസേഷന്റെ ബിലീഫ്സ്, വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ് among the employees are created with the help of injection programs. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഒരു ഇൻജക്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തെല്ലാമാണ് ഓറിയന്റേഷന്റെ പർപ്പസ് എന്നാണ്. ഒരു പുതുതായിട്ടൊരു എംപ്ലോയിനെ വെൽക്കമിങ് ചെയ്യാണ്, ഫോർമൽ വെൽക്കമിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം തുടക്ക സമയത്തുള്ള ഈസിനെസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓറിയന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, കമ്പനി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അസസിംഗ് ദ എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അക്ലൈമറ്റൈസിംഗ് ദ എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. കൺട്രോളിംഗ് ദ HR കോസ്റ്റ്, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചെലവ് ഉള്ള ഒരു ആക്ടിവിറ്റി ആണ്. അപ്പൊ അതിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പൊ നമുക്ക് HR കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെവലപ്പിംഗ് ടീം സ്പിരിറ്റ്, ഒരു ഗ്രൂപ്പായിട്ട് പേഴ്സൺസിന് നമ്മൾ ഒരുമിച്ച് ഓറിയന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. സോഷ്യലൈസിംഗ് ദ എംപ്ലോയീസിനെ കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യുന്നു. അവർക്കത് ഓർഗനൈസേഷന്റെ ബിലീഫ്സും ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെ ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ, ഫുള്ളായിട്ട് റീഡ് ചെയ്യട്ടോ.
ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ സംസാരിച്ചൊന്നും കേട്ടിയാൽ മ്യൂട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇത്തിരി ശ്രദ്ധിച്ചിരിക്കേണ്ട ടോപ്പിക് ആണ്. എത്രയും നേരത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് സിമ്പിൾ ആയിരുന്നു, എന്നാൽ മനസ്സിലാവുമായിരുന്നു. ഇനിയുള്ള ടോപ്പിക് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി ഫസ്റ്റ് ഇൻ ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഫോളോയിങ് ആർ ദ ടൈപ്സ് ഓഫ് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ഉണ്ട്, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ഉണ്ട്, സീരിയൽ ആൻഡ് ഡിസ്ജസ്റ്റീവ് ഓറിയന്റേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിറ്റ്യൂട്ടർ ഓറിയന്റേഷൻ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂട്ടർ ഓറിയന്റേഷൻ. 4 ടൈപ്പ് ഓറിയന്റേഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തു, ഫോർമലി ഓറിയന്റേഷൻ ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫോർമൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫോർമൽ ഇൻജെക്ഷൻ is a systematic method of introducing new appointees to the organization. പുതുതായിട്ടൊരു അപ്പോയിന്റിനെ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇൻജെക്ട് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫോർമൽ ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ദ നേച്ചർ ഓഫ് ദ വർക്ക്, എന്താണ് അവിടുത്തെ വർക്കുകൾ, ആൻഡ് ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, 2 കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നത്. അവിടുത്തെ വർക്ക് എന്താണ്, ആ വർക്കിന്റെ നേച്ചർ എന്താണ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കും. ദിസ് പ്രോസസ് ജനറലി റിക്വയർഡ് എ ലോട്ട് ഓഫ് ടൈം ഫ്രം ദ ടോപ്പ് ഒഫീഷ്യൽസ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലോട്ട് ഓഫ് ടൈം റിക്വയർ ചെയ്യുന്നുണ്ട് ടോപ്പ് ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്ന്. ആസ് ഇറ്റ് റിക്വയർഡ് ദം ടു സ്റ്റഡി ദ നീഡ്സ് ഓഫ് ന്യൂ എൻട്രൻസ് ആൻഡ് ദെൻ സാറ്റിസ്ഫൈ ദ സെയിം. അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആപ്ലിക്കൻസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ മനസ്സിലാക്കാൻ, അവർ സ്റ്റഡി ചെയ്യാനും, അവർക്ക് ഇനി ട്രെയിനിങ്ങോ മറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീഡ്സ് ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനും നമ്മൾ മുൻകൈ എടുക്കേണ്ടതായിട്ട് വരും. ബട്ട് ഇറ്റ്സ് പ്രൂവ്സ്, ഇത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് റണ്ണിലേക്ക് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് ഇത് ബെനിഫിഷ്യൽ ആണ്. ഒരു ന്യൂ എംപ്ലോയീസിന് നല്ല ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ലോങ് റണ്ണിലേക്ക് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ബെനിഫിഷ്യൽ ആണ്. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ബെനിഫിഷ്യൽ ഇൻ ദ ലോങ് റൺ as this process enable the new employee to commit less number of mistakes during their working period and develop a good unity with others. എന്തുകൊണ്ടാണ് നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം വേണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളുടെ എണ്ണം കുറവായിരിക്കും. അതേപോലെ തന്നെ അവർ തമ്മിൽ മറ്റുള്ളവരായിട്ട് നല്ല യൂണിറ്റിയോട് കൂടി അവർക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഡ്യൂറിംഗ് ദ ഫോർമൽ ഓറിയന്റേഷൻ their working period, during the formal orientation, the new recruit comes to know about most appropriate person to contract. അതേപോലെ ഈ ഫോർമൽ ഓറിയന്റേഷൻ സമയത്താണ് ന്യൂ റിക്രൂട്ട്സ് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സൺ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഫോർ ഡിഫറെന്റ് സെറ്റ് ഓഫ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ്, അതേപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡിഫറെന്റ് സെറ്റ്സ് എന്തൊക്കെയാണ് വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ്, ഒരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോസസ്സിൽ ഏതെല്ലാം ഒഫീഷ്യൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Officials of all the levels are involved. എല്ലാ ലെവൽസിലുള്ള ഒഫീഷ്യൽസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സിഇഒ, ആരാണ് സിഇഒ? ഫുൾ ഫോം അറിയാവോ? സിഇഒയുടെ ഫുൾ ഫോം അറിയാവോ? സിഇഒ അറിഞ്ഞൂടാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കേടാ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. GM എന്ന് പറയുന്നത് ജനറൽ മാനേജർ. മാനേജർ. പിന്നെ ഫങ്ഷണൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അതിൻ്റെതായ ഹെഡ്സ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പർച്ചേസ് മാനേജർ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് മാനേജർ. അങ്ങനെ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും സീനിയർ മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. One of the advantages of the formal orientation program is that a company might be able to win the trust of the employees at the initial stage.
അപ്പോ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു എംപ്ലോയിയുടെ ട്രസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജ് ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനായിട്ട് പറ്റും with the trust of the employee at the initial stage. Whereas employees also feel it easy to understand the culture. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചർ, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ, നേച്ചർ ഓഫ് വർക്ക് ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ലൊരു ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനും അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നമുക്ക് പറ്റും. ഇനി ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണ്. ഇത് പ്ലാൻഡ് ഒന്നല്ല കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ഓറിയന്റേഷൻ ആണ് ഇത്. ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ ഇസ് ക്വൈറ്റ് അൺപ്ലാൻഡ് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. മേ ബി നമ്മുടെ സെയിം ഡെസ്കിലുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് ആവും, അല്ലെങ്കിൽ നമ്മള് കുറച്ചും കൂടി ഓക്കെ 1 മിനിറ്റ്. ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വൈറ്റ് അൺപ്ലാൻഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാനോ ആരും ഉണ്ടാവില്ല, സ്വയം എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി പഠിക്കണം. നമുക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ ഇസ് ക്വൈറ്റ് അൺപ്ലാൻഡ്. Here the employee get acquainted with the organization work situation through his own experience. നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് എന്താണ് ഓർഗനൈസേഷന്റെ വർക്കിംഗ് സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് ബൈ യൂസിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ ചെയ്ത് നോക്കി മിസ്റ്റേക്ക് തിരുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാര്യങ്ങൾ പഠിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ദ ന്യൂ എംപ്ലോയി ഡു ദെയർ വർക്ക് പ്രോപ്പർലി. ഈ ഒരു കേസിൽ ന്യൂ എംപ്ലോയീസ് എന്ത് ചെയ്യണം, അവർ വർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഡ്യൂ ടു ദിസ് ദേ ഐദർ കമ്മിറ്റ് മിസ്റ്റേക്ക് ഫ്രം ടൈം ടു ടൈം. നമുക്കറിയാം ഒരു പ്രോപ്പർ ആയിട്ട് ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, മിസ്റ്റേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓർ ദേ ട്രൈ ടു ലീവ് ദർ ജോബ് അറ്റ് സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. This will not only increase the labor turnover rate, but the company also need to invest time and money in recruitment process again. ഇങ്ങനെ നമ്മുടെ ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഇൻജെക്ഷൻ ആണ്. ആ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങോ ഓറിയന്റേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവരോട് ഓരോ കാര്യങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ലേൺ ചെയ്തോളാൻ പറയാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫോളോ ചെയ്യണമെങ്കിൽ ഇത് ശരിക്കും വർക്ക് ന്യൂ എംപ്ലോയീസിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ല. കാരണം അവർ മേ ബി മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ടൈം ടു ടൈം മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യും. അതേപോലെ അവർക്ക് ലീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, നമ്മുടെ ഓർഗനൈസേഷൻ വിട്ട് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ലേബർ ടേൺ ഓവർ മാത്രമല്ല കൂട്ടുന്നത്, എന്തും കൂടി കൂടുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഓൾസോ നീഡ് ടു ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് അഗെയിൻ. നമ്മളൊരാളെ എന്ത് ചെയ്യാനായിട്ട് റിക്രൂട്ട് ചെയ്യാൻ നമുക്ക് എന്തോരം ചെലവ് വരുന്നു എന്നറിയാലോ, അത് വീണ്ടും നമുക്ക് വരും. വീണ്ടും അത്രയും എമൗണ്ട് തന്നെ നമുക്ക് എന്ത് വരും, നമുക്ക് വീണ്ടും വരും. എക്സ്പെൻസ് നമുക്ക് കൂടുതൽ ഇൻകർ ചെയ്യും. This process can said to be advantage only if the employee persists for long and understand the organization thoroughly. ഇപ്പൊ ഇത് ആർക്കാണ് അഡ്വാൻറ്റേജബിൾ എന്ന് വെച്ചിട്ട് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് വെച്ചാല് ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് നാൾ നിൽക്കാണ്, അവിടെ നിൽക്കും എന്ന് ഉറപ്പാണെങ്കിൽ അവർക്ക് ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇൻഫോർമൽ ഓറിയന്റേഷൻ നല്ലതാണ്. പക്ഷേ നമുക്ക് അത് ഒരു ചെറിയ ശതമാനം എംപ്ലോയീസ് മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ ഇൻഫോർമൽ ഓറിയന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നിൽക്കുള്ളൂ. അല്ലാത്തവരെല്ലാവരും മാക്സിമം 50 ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ 2 ടൈപ്പ് ഓറിയന്റേഷൻ നമ്മൾ നോക്കി, ഫോർമൽ ഓറിയന്റേഷനും ഇൻഫോർമൽ ഓറിയന്റേഷനും. അപ്പൊ ഏതാണ് നല്ലത് നിങ്ങളെ സംബന്ധിച്ച്, ഫോർമൽ ആണോ ഇൻഫോർമൽ ഓറിയന്റേഷൻ ആണോ നല്ലത്? അഭിപ്രായം ഒന്നുമില്ല? ഫോർമൽ ഓറിയന്റേഷൻ നല്ലത്. കാരണം നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് ഒരാളത് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് വർക്കിന്റെ നേച്ചറും വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് തരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫോർമൽ ഓറിയന്റേഷൻ ആണ് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ എംപ്ലോയിനെ സംബന്ധിച്ചും നല്ലൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് ഫോർമൽ ഓറിയന്റേഷൻ, എന്താണ് ഇൻഫോർമൽ ഓറിയന്റേഷൻ? ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുന്നില്ല, 2 പ്രാവശ്യം റീഡ് ചെയ്ത് നോക്കിക്കോട്ടെ. മനസ്സിലായോ എന്ന് പറയണം.
Okay. Clear ആയോ? ഓക്കെ. ഇനി എളുപ്പമുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ എന്താ പറയാ ആപ്ലിക്കന്റിനെയും അല്ലെങ്കിൽ ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഇൻഡിവിജ്വലി നമ്മൾ ഓറിയന്റേഷൻ പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എല്ലാവരെയും ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്ക് വേണ്ട ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ചെറിയ സ്മോൾ ഓർഗനൈസേഷനിലാണ് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒത്തിരി നമ്പർ ഓഫ് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ട് വരില്ല. ചിലപ്പോൾ 1 or 2 എംപ്ലോയീസിനെ മാത്രമായിരിക്കും ഇയർലി റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ലതെന്ന് പറയുന്നത് ഏതാണ്? കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. ചിലപ്പോൾ ഒരുമിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. The next thing recruiting the manager need to choose is whether the orientation program should be conducted in group or individually. ഇനി അടുത്തൊരു കാര്യം ഒരു റിക്രൂട്ടിംഗ് മാനേജർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓറിയന്റേഷൻ പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നാണ്. അത് ഗ്രൂപ്പായിട്ട് കണ്ടക്ട് ചെയ്യണോ ഓർ സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി കണ്ടക്ട് ചെയ്യണോ എന്ന് നമ്മൾ നോക്കണം. If the candidates are oriented
individually ആണ് ഓറിയന്റേഷൻ കൊടുക്കുന്നതെങ്കിൽ then it is difficult to standardize the view of different recruits. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള റിക്രൂട്ട്സിന്റെ വ്യൂസ് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് പറ്റില്ല, വിച്ച് ഈസ് ഡിസിമിലർ ടു ദാറ്റ് ഓഫ് ദ കളക്റ്റീവ് ഓറിയന്റേഷൻ. കളക്റ്റീവ് ഓറിയന്റേഷൻ ആണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ്സ്, ഓരോ എംപ്ലോയീസിന്റെ വ്യൂസ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ബിക്കോസ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എംഫസൈസ് ഓൺ എ പർട്ടിക്കുലർ പേഴ്സൺസ് വ്യൂ പോയിന്റ്. ഒരു വ്യക്തി, ഒറ്റ ഇൻഡിവിജ്വലിനെയാണോ നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ വ്യൂ പോയിന്റ് ആയിരിക്കും അവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിഫറൻസ്, അദ്ദേഹത്തിന്റെ ഡിസ്ലൈക്ക് ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് ടൈം ടേക്കിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രാക്ടീസ്. ഒരാളെ ഓറിയന്റ് ചെയ്യുക, അയാൾ നമുക്ക് അതിന് ടൈമും തരും, എക്സ്പെൻസീവ് പ്രോസസ് ആണ്. വീണ്ടും അടുത്തൊരു എംപ്ലോയിനെ, ഇൻഡിവിജ്വൽ എംപ്ലോയിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു ടൈം ടേക്കിംഗ് അതേപോലെ തന്നെ എക്സ്പെൻസീവ് പ്രോസസ് ആണ് എന്ത്, ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. It also does not give any opportunity to new candidates to interact with their fellow recruiter. അവരുടെ ഇൻഡിവിജ്വൽ ഓറിയന്റേഷനിൽ അവർക്ക് ഫെല്ലോ റിക്രൂട്ട്സ് ഉണ്ടാവില്ല, അവരൊപ്പം റിക്രൂട്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമൊന്നും എവിടെ ഇല്ല, ഇൻഡിവിജ്വൽ ഓറിയന്റേഷനിൽ ഇല്ല. മെജോറിറ്റി ഓഫ് ദ ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ കളക്റ്റീവ് ഇൻജെക്ഷൻ അപ്രോച്ച്. കളക്റ്റീവ് ഓറിയന്റേഷൻ അപ്രോച്ച് ആണ് ലാർജ് ഓർഗനൈസേഷൻസ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട് കേസ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻ. സ്മോൾ ഓർഗനൈസേഷൻസ് അങ്ങനെയല്ല, വിച്ച് നീഡ് ലെസ് നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു സ്മോൾ ഓർഗനൈസേഷനിൽ കുറച്ച് നമ്പർ ഓഫ് പേഴ്സൺസേ ആവശ്യമുള്ളൂ. ആൻഡ് ഹെൻ പ്രിഫർ ഇൻഡിവിജ്വൽ ഇൻജെക്ഷൻ അപ്രോച്ച്. അപ്പൊ സ്മോൾ ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഇൻജെക്ഷൻ അപ്രോച്ച് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓറിയന്റേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം ഒരുമിച്ച് കൊടുക്കാൻ, ഓറിയന്റേഷൻ കൊടുക്കാൻ അവിടെ അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പേഴ്സൺസ് ഉണ്ടാവില്ല. ഹൗവർ ചില കേസുകളിൽ, ചില ജോബ് പൊസിഷനിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട്. ലാർജ് ഓർഗനൈസേഷനിലും ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽസിന് മാത്രമാണ്, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ലാർജ് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. However, individual injection approach is also popular in large organizations, but only when they need to recruit highly trained professionals. Highly trained ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് in ലാർജ് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. Who were always required in small numbers. കുറച്ച് നമ്പർ ആയിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയെ ആയിരിക്കും നമുക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷനും എന്താണ് കളക്റ്റീവ് ഓറിയന്റേഷനും ആണ് നോക്കിയത്. ഇൻഡിവിജ്വലി നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിനാണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്, എക്സ്പെൻസീവ് പ്രോസസ് ആണ്. സ്മോൾ ഓർഗനൈസേഷൻ ആണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഈ ലാർജ് ഓർഗനൈസേഷനിലാണെങ്കിൽ ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതാണ്. ലെസ് ടൈം കൺസ്യൂമിങ്, ഒരുമിച്ച് തന്നെ അത്രയും പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പെൻസീവ് അല്ല, എക്സ്പെൻസീവ് കുറവാണ്. ലാർജ് ഓർഗനൈസേഷൻസ് ആണ് കളക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫെല്ലോ റിക്രൂട്ടിന്റെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം കൂടി എവിടെ കിട്ടും, കളക്റ്റീവ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കിട്ടും. ഒന്ന് റീഡ് ചെയ്യാവോ ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ റീഡ് ചെയ്യട്ടോ.
ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഓറിയന്റേഷൻ മെത്തേഡ് ആണ് സീരിയൽ ഓർ ഡിസ്ജങ്റ്റീവ് ഓറിയന്റേഷൻ. എന്താണ് സീരിയൽ ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. സീരിയൽ ഇൻജെക്ഷൻ ഈസ് വൺ ഇൻ വിച്ച് an experienced employee, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി, ഒരു മെന്ററോ ഒരു ട്രെയിനറോ പോലെ ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ട്യൂട്ടർ ഉണ്ടാവും അവിടെ. Serial injection is the one which an experienced employee take the responsibility of training newly appointed person. Newly appointed പേഴ്സൺസിന് അതിന് വേണ്ട ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പ്രൊവൈഡ് ചെയ്യും. ഈ ആക്ട് ആസ് എ ട്യൂട്ടർ പോലെ, ഒരു ട്രെയിനർ പോലെ, ഒരു റോൾ മോഡൽ പോലെ, ന്യൂ റിക്രൂട്ടിക്ക് ഒരു ട്യൂട്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ട്യൂട്ടർ പോലെ ട്രെയിൻ ചെയ്യിക്കും, ഒരു റോൾ മോഡൽ പോലെ ആക്ട് ചെയ്യും. When such facility is not given to new appointees, അങ്ങനെ ഒരു ഫെസിലിറ്റി, ഒരു ട്യൂട്ടറിന്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ട്രെയിനറിന്റെ ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിൽ, when there is nobody to guide and motivate them, അവിടെ ഒരു വ്യക്തിയും ഇല്ല അവരെ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ, then such scenario, ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി നമ്മൾ പറയുന്നത് is termed as disjunctive injection എന്നാണ് അതിനെ പറയുന്നത്. ബോത്ത് ഈ രണ്ട് ടൈപ്സിനും എന്താ സീരിയൽ ഓർ ഡിസ്ജങ്റ്റീവ് ഓറിയന്റേഷനും അതിൻ്റെതായ നെഗറ്റീവ്സും അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട്. ബോത്ത് ടൈപ്പ് ഓഫ് ഇൻജെക്ഷൻ ഹാവ് ദെയർ ഓൺ പ്രോൺസ് ആൻഡ് കോൺസ്. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. സീരിയൽ ഇൻജെക്ഷൻ helps in maintaining the prevalent working condition as well as customs of the workplace. നമ്മുടെ ഓർഗനൈസേഷന്റെ കസ്റ്റംസും വർക്ക് പ്ലേസും അതേപോലെ ഫോളോ ചെയ്യാനായിട്ട് സീരിയൽ ഓറിയന്റേഷൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് അവിടെ നിന്ന് മാറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ന്യൂ റിക്രൂട്ടിക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് കസ്റ്റമാണോ, അവിടെ എന്താണോ ട്രഡീഷൻ ഉണ്ടായിരുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു മച്ച്, then the company will always run on pre-decided set of norms. ഇങ്ങനെ ഒരു പ്രോസസ് ആണെങ്കിൽ കമ്പനിയിൽ നേരത്തെ ഡിസൈഡ് ചെയ്ത നോംസ്, ആ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് there would be no further scope of any creativity. നമുക്ക് സ്വയമേ ക്രിയേറ്റിവിറ്റിക്കോ അതിന് വേണ്ട സ്കോപ്പുകളോ ഒന്നും ഉണ്ടാവില്ല. ഓർ പ്രോഗ്രസീവ് ഔട്ട്ലുക്ക്, നമുക്ക് പ്രോഗ്രസീവ് ഔട്ട്ലുക്ക് നമ്മളുടേതായ വ്യൂ പോയിന്റിൽ ചെയ്യാനൊന്നും പറ്റില്ല. And particularly those person who are quite creative and liberal. അപ്പോ അത് കുറച്ചും ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, ലിബറൽ ആയിട്ട് ഫ്രീ ആയിട്ട് ലിബർട്ടി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അത് ആക്ട് ആവണമെന്നില്ല, ഏത് സീരിയൽ ഓറിയന്റേഷൻ ആക്ട് ആവണമെന്നില്ല. മോറോവർ ഇഫ് ദ എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് മേ ബി സ്ട്രെസ്ഡ് ആവാം ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആവാം. സ്ട്രെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും അതേപോലെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെ അവർ പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജോലി ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സ്ട്രെസ്സും അതേപോലെ ഫ്രസ്ട്രേഷനും വരും. ദേ വുഡ് പാസ് ഓൺ ദ സെയിം ടു ന്യൂ റിക്രൂട്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഒരു സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ ആരോട് പാസ് ചെയ്യും, ന്യൂ റിക്രൂട്ടിയുടെ അടുത്തേക്ക് പാസ് ചെയ്യും. ഓക്കെ, whereas that is disjunctive injection is just opposite because it promote the creative and the inventive effort. ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫേർട്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന് സ്വന്തം കഴിവുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ജങ്റ്റീവ് ഇൻജെക്ഷൻ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം. എഫേർട്സ് ഓഫ് ദ എംപ്ലോയീസ് ബിക്കോസ് ദർ ഇസ് നോ പ്രഷർ ഓൺ ന്യൂ റിക്രൂട്ട്സ്. ന്യൂ റിക്രൂട്ട്സിന് മേലെ പ്രഷർ ഒന്നും ഉണ്ടാവില്ല. ടു ക്യാരി ഓൺ ട്രഡീഷണൽ കസ്റ്റംസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ കസ്റ്റംസോ ട്രഡീഷനോ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം ഇവിടെ ഇല്ല. But such gain are needed to be analyzed against competency of creative person. അപ്പൊ ആ ഒരു ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിറ്റൻസി, ക്രിയേറ്റീവ് പേഴ്സൺസിന്റെ കോമ്പിറ്റൻസി കൂട്ടും. ആസ് വെൽ ആസ് ടു ദോസ് ഹു ഫെയിൽ ഇൻഡിവിജ്വലി. ചില കാൻഡിഡേറ്റ്സ് ഫെയിൽ ആവും, കാരണം എന്താണ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്ററിന്റെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചില കാൻഡിഡേറ്റ്സ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആസ് വെൽ ആസ് ദോസ് ഹു ഫെയിൽ ഇൻഡിവിജ്വലി ഡ്യൂ ടു ലാക്ക് ഓഫ് support by an experienced mentor. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ഇല്ലാത്തതുകൊണ്ട് അവർ മേ ബി ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. The later ones generally lack the understanding
of how to do the assigned work. ചില വ്യക്തികൾ ഫെയിൽ ആവുന്നത് എങ്ങനെയാണ്, അവർക്ക് എങ്ങനെയാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അത് അവർക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്കത് മനസ്സിലാക്കാനും പറ്റണമെന്നില്ല. How it will be benefits the organization. The later ones generally lack the understanding of how to do their works and how it will be benefits the organization. ചില കേസിൽ രണ്ടും സീരിയൽ ഓറിയന്റേഷൻ നല്ലതാണെന്ന് പറയും. കാരണം ഒരു മെന്ററോ ട്രെയിനറോ ഉള്ളത് നല്ലതാണ്. കാരണം എന്താണ്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒരു ന്യൂ റിക്രൂട്ടിംഗ് ഒരു റോൾ മോഡൽ തന്നെയായിരിക്കും സീനിയർ ഓറിയന്റേഷനിൽ വരുന്ന ട്രെയിനർ. പക്ഷെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ വേണ്ട വർക്കാണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ ആണ് നല്ലത്. പക്ഷെ രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്ക്. എന്താണ് സീരിയൽ ഇൻജക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇത്തിരി ടഫാണ് ഈ ടോപ്പിക് കേട്ടോ. ഇത്തിരി സീരിയലും അത് ഇനി വരാൻ പോകുന്ന ആ ഒരു ഓറിയന്റേഷനും കൂടി ഈ രണ്ടും ഇത്തിരി ടഫാണ്. ഒന്ന് ഇരുത്തി വായിച്ചു നോക്കണം കേട്ടോ. ക്ലിയർ ആവില്ലെങ്കിൽ ഒന്നുകൂടി പറയണം കേട്ടോ, ചോദിക്കണേ.
മനസ്സിലായോ? ഓക്കെ. ഇനി കുറച്ചും കൂടി കുഴപ്പിക്കുന്ന ഒരു ഓറിയന്റേഷൻ ആണ്. ഇതൊരു ടഫായിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇൻവെസ്റ്റിറ്റ്യൂർ ഓർ ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. പേര് കേൾക്കുമ്പോ തന്നെ ടഫാന്ന് തോന്നുന്നുണ്ടല്ലേ? എന്താണ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ പ്രൊഫഷണൽസിനെ ഹൈ ലെവൽ പൊസിഷനിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണ് 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഹൈ ലെവൽ പ്രൊപ്പോസിഷനിലേക്ക് നമ്മൾ എന്താണ് എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വാളിറ്റീസ് അവരിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് സ്വയമേ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്ന വ്യക്തികളാണോ, ചൂസ് ദർ ടീം നമ്മൾ കൊടുക്കുന്നതാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ ഫ്രീഡം കൊടുക്കാറുണ്ട്. ഏതൊക്കെയാണ്, എന്തെല്ലാം കാര്യത്തിലാണ് അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഫുള്ളി ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. സ്വയമേ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നു. ഓഫീസ് ഇന്റീരിയറിൽ ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നു. അവരെ ടീമിന് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, അങ്ങനെ കുറച്ച് ഫ്രീഡംസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പൊസിഷനിലേക്കുള്ള ഇൻഡിവിജ്വൽസിനാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റിറ്റ്യൂർ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. 5th പോയിന്റ് എന്നുള്ളത് നിങ്ങളത് മാച്ച് കളഞ്ഞത് 4th പോയിന്റിൽ തന്നെ വരുന്ന 2 സബ് പോയിന്റ് ആണ് അത്. The choice of ultimate importance pertaining whether to retain or appropriate the identity of newly appointed person or disassemble to reshape as its per organization date. നമ്മൾ 2 കാര്യങ്ങൾ ഇവിടെ നോക്കുന്നത്. ഒന്ന്, നമ്മൾ അവരെ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യണം. അവരുടെ ഐഡന്റിറ്റിയിൽ അവരുടെ ആ കഴിവുകളും അവരുടെ ആ നേച്ചറും അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യണോ, ഓർ റീഅസംബിൾ ഓർ റീഷേപ്പ്, അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് നമ്മളുടെ ഓർഗനൈസേഷന്റെ നീഡ് അനുസരിച്ച് അവരെ മാറ്റണോ എന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ നോക്കുന്നത്. ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ there to certify the important work related features of new recruit. ന്യൂ റിക്രൂട്ടിന് ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ജനറലി ഓൾ ഹൈ പ്രൊഫൈൽ അപ്പോയിന്റ്മെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദിസ് ഐഡിയാസ്. ഈ ഒരു ഐഡിയയുടെ ബേസിലാണ് ഹൈ പെർഫോമൻസ് അപ്പോയിന്റ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാറ്. ബിക്കോസ് എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ആൻ എക്സിക്യൂട്ടീവ് ഈസ് ഓൾവേസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസ് ഓഫ് പ്രൊഫഷണൽ സ്കിൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് പ്രൊപ്പോസ് ഡ്യൂറിംഗ് ദ ജോബ്. നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഹൈ പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പോസ്റ്റുകൾ എക്സിക്യൂട്ടീവ്സിന് നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ടോ, അവർക്ക് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ, ജോബ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, നോക്കും. അവർക്ക് അതിൻ്റെതായ കഴിവുണ്ടെങ്കിൽ അവരുടേതായ രീതിയിൽ അവരുടെ സ്റ്റൈൽ അത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഫുൾ ഫ്രീഡം നമ്മൾ അലോ ചെയ്യും. സച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഗിവ് ഫുൾ ലിബർട്ടി. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് നമ്മൾ ഫുൾ ലിബർട്ടി കൊടുക്കും, നല്ല ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കും. വിച്ച് റേഞ്ച് ഫ്രം ഡിസൈഡിങ് ഹിസ് ഓഫീസ് ഇന്റീരിയർ. ഒരു ഓഫീസ് ഇന്റീരിയർ ചെറിയൊരു കാര്യം മുതൽ സബോർഡിനേറ്റ്സും മാനേജറിയൽ ഡിസിഷൻസ് വരെ എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷനിൽ ആ ഒരു പ്രൊഫഷണൽ എന്താണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കും നമ്മൾ. സച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് ഗീവ് ഫുൾ ലിബർട്ടി which range from deciding his office interior, choosing the subordinate to take various managerial decisions, etc. Just ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം. ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു ജോലി പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെതായ കഴിവുണ്ടോ, പോസ്റ്റ് ഇരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ടോ, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഫുൾ ലിബർട്ടി കൊടുക്കും, ഫുൾ ഫ്രീഡം കൊടുത്താണ്. അദ്ദേഹത്തിന്റെ ഈച്ച് ആൻഡ് എവറി കാര്യം അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യും, അലോ ചെയ്യും. ഇനി ഇതിന് തിരിച്ച് ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. ഹൗവർ ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ. അതിന് ഓപ്പോസിറ്റ് ആണ്. This method
attempt to modify the characteristics of new recruit. നമ്മൾ ന്യൂ റിക്രൂട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മോഡിഫൈ ചെയ്യും. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവരെന്ത് ചെയ്യും, ചേഞ്ചസ് വരുത്തും. This method attempt to modify the characteristics of new recruit as they were selected because of their potential for effective performance. അവരുടെ എഫക്റ്റീവ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മാറ്റും. അവർ നമ്മൾ റീഅറേഞ്ച് എന്താ പറയാ, റീഓറിയന്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ റീഷേപ്പ് ചെയ്യും. This method is applied to make him more acceptable to other employees. മറ്റ് എംപ്ലോയീസിന് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ നമ്മൾ അവരെ മാറ്റിയെടുക്കാണ്. മോർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ ആ ഒരു എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റീസ്ട്രക്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ ആ ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു രീതി, ജോബ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റി അവരുടേതായ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ദിസ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ട്രെയിനിങ് ഒക്കെ തന്ന് നമ്മൾ അവരുടേതായ രീതിയിൽ മാറ്റുന്നു. This updates of the candidate's personality may sometimes require him to serve their old personality traits and adapt himself to different way of looking at the job, colleagues and aim of the organization. ഇവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റി അപ്ഡേറ്റ് ചെയ്യാണ്. ഓർഗനൈസേഷന് വേണ്ട രീതിയിൽ, ആ ജോബിന് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റിയിട്ട് ആ പേഴ്സണാലിറ്റി ട്രെഡ്സിനെ മാറ്റി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വേ ഓഫ് ലിവിങ് നമ്മൾ കൊണ്ടുവരാണ്, വേറൊരു രീതിയിലേക്ക് മാറ്റാണ്. Such new appointees may even made to endure false humiliation, harassment from senior officials to test their adaptivity in different situations. അങ്ങനെയുള്ള കേസുകൾ ന്യൂ അപ്പോയിന്റീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫോൾസ് ഹ്യൂമിലിയേഷൻസ് അവർ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില കേസുകൾ ഹറാസ്മെന്റ് വരാറുണ്ട്, സീനിയർ ഓഫീഷ്യൽസിന്റെ അടുത്ത് ഹറാസ്മെന്റ്. അങ്ങനെയൊക്കെയാണ് അവരെ ഈ ഒരു എൻവയോൺമെന്റ് ആക്കി അവരെ ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്. അഡാപ്റ്റിവിറ്റി ഡിഫറെന്റ് സിറ്റുവേഷൻ ആയിട്ട് അവരെ അഡാപ്റ്റിവിറ്റീസ് ചെക്ക് ചെയ്യുന്നത്. Such strategy are also used for orientation strategy to break the old mindset of കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ്. പഴയ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓഫ് ന്യൂലി അപ്പോയിന്റഡ് കാൻഡിഡേറ്റ്സ് സോ ദാറ്റ് ന്യൂ സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് നോംസ് കുഡ് ബി ഇൻസ്റ്റോൾഡ് ഈസിലി. അങ്ങനെ നമ്മളിൽ പുതിയ നോംസും വാല്യൂസും ഒക്കെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യും. ദിസ് വെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് അല്ലെങ്കിൽ പഴയ ഒരു ക്യാരക്ടർ പേഴ്സണാലിറ്റി മാറ്റി ഓർഗനൈസേഷന് ഫേവറബിൾ ആയിട്ടുള്ള, അവിടുത്തെ കൊളീഗ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനെയാണ് ദിസ് വെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പഴയ മൈൻഡ് സെറ്റിനെ മാറ്റി ഒരു നമ്മുടെ ഓർഗനൈസേഷന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ദിസ് വെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയും, ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഞാൻ പറയാം. ഞാൻ പോലീസിലൊക്കെ ട്രെയിനിങ്ങിന് പോയി വരുമ്പോഴേക്കും ആളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ? അത് അവരവിടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരവിടെ ഫേസ് ചെയ്യുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവർ കുറച്ചും കൂടി പഴയ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് വേറൊരു കുറച്ചും കൂടി അപ്ഗ്രേഡ് ആവുകയാണ്. അവരില് ആ ഒരു ജോബിന് വേണ്ട രീതിയിൽ അവരെന്ത് ചെയ്യാണ്, മാറ്റിയെടുത്താണ് അവിടുത്തെ ട്രെയിനിങ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷനോട് കൂടി അവരത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡിസ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ മീനിങ് എന്താന്ന് മനസ്സിലായോ? നിങ്ങളപ്പോ ആലോചിച്ചാൽ മതി, ഫോഴ്സിലേക്കൊക്കെ പോകുന്ന നമ്മളെപ്പോലത്തെ സാധാരണ വ്യക്തിയായിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ചിരിച്ച് തമാശയൊക്കെ പറയുന്ന ഭയങ്കര കൊമേഡിയൻ ആയിട്ടൊക്കെ ഉള്ള ഒരാളായിരിക്കാം. പോയി വരുമ്പോഴേക്കും ആൾ കുറച്ചുകൂടി സീരിയസ് ആവും. അത് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങും അവിടെ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് അവരിൽ വരുന്ന മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ.
റീഡ് ചെയ്താ ക്ലിയർ ആണോ? എനിക്കറിയാം ഇത്തിരി ടഫായിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ. എനിക്കറിയാം സീരിയൽ, അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗർ ആൻഡ് ഡൈവെസ്റ്റിഗർ ഓറിയന്റേഷൻ ഒക്കെ ടഫാണ്. അതുകൊണ്ട് റീഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.